സ്നേഹിച്ചു തീരാത്ത സൗമ്യ സൂര്യ, സ്വയം ഹോമിച്ചു തീരാത്ത കാവ്യസൂര്യ, ചിരം സ്വസ്തി ചിരം സ്വസ്തി. സ്വസ്തി ഹേ സൂര്യതേ സ്വസ്തി, സ്വസ്തി ഹേ സൂര്യതേ സ്വസ്തി. വിശ്വമാനവികതയുടെ ഗാഥാകാരൻ ONV. എല്ലാ നിറങ്ങളും ചേർന്ന് ശുദ്ധവെള്ളയാവുന്നതുപോലെ ഏതു രാജ്യത്തെ മണ്ണും മനുഷ്യനും ആകാശവും പ്രകൃതിയും എന്നിൽ അവശേഷിപ്പിച്ചിട്ടുള്ളത് മനുഷ്യൻ ആത്യന്തികമായി എവിടെയും ഒന്നുപോലെയാണെന്ന നേരാണ്. ഒരേ ഒരു ആകാശം, ഒരേ സൂര്യൻ, ഒരേ ഭൂമി. ഈ ഭൂമിയിൽ അധിവസിക്കുന്ന മനുഷ്യൻ ഒരേ രക്തം, നെഞ്ചിടിപ്പിന് ഒരേ താളം, ഒരേ കാമനകൾ. ONV എന്ന കവിയെ സംബന്ധിച്ച് ഈ ആശയം അസ്തിത്വത്തിൻ്റെ അടിത്തറയായിരുന്നു. മനുഷ്യൻ എവിടെയും ഒരുപോലെയാണെന്ന വിശ്വാസം ONVയിൽ ഉറച്ചിരുന്നു. ഒരു അരയാലും ഒരു ഒലിവ് മരവും ഒരു ഈന്തപ്പനയും അടുത്തടുത്ത് നിന്ന് കാറ്റിൽ സ്നേഹമർമരം കൈമാറുന്ന ഒരു ഭൂമി അദ്ദേഹം സ്വപ്നം കണ്ടു. ONV കവിതയുടെ ആകാശമനസ്സിൽ മിന്നിക്കൊണ്ട് തുടിക്കുകയും തുടിച്ചുകൊണ്ട് തുടുക്കുകയും തുടുത്തുകൊണ്ട് ജ്വലിക്കുകയും ചെയ്യുന്ന നാനാഭാവങ്ങൾ മലയാൻമ ദർശിച്ചു. മാറി മാറി വന്ന മനുഷ്യാവസ്ഥകളോടുള്ള പ്രതിസ്പന്ദനമായി കവി പാടുകയായിരുന്നു. സ്വരസ്ഥായിയും ഗതിയുമൊക്കെ മാറി മാറി വന്നെങ്കിലും മൗലികമായ ഉത്കണ്ഠകൾക്ക് മാറ്റമില്ലാതെ അദ്ദേഹം പാടിക്കൊണ്ടേയിരുന്നു. ഭാവനയുടെ ചിറക് വീശി അനന്തവിഹായസിൽ വിഹരിക്കുമ്പോഴും താൻ കാലുറപ്പിച്ചു നിൽക്കുന്ന മണ്ണ് ഹരിതാവരണമെന്ന പോലെ ONV കവിതയ്ക്ക് നിറം പകർന്നുകൊണ്ടേയിരുന്നു. ONVയുടെ മനുഷ്യത്വവും വിപ്ലവാവേശവുമെല്ലാം ഈ പച്ച മണ്ണിൽ നിന്ന് തന്നെയായിരുന്നു. ഭൂമിക്കൊരു ചരമഗീതത്തിന്റെ ആമുഖം ONV ഉപസംഹരിച്ചതിങ്ങനെയാണ്: സൂര്യന് കീഴിലുള്ളതൊന്നും കവിതയ്ക്ക് അന്യമായിട്ടല്ല. സൂര്യന്റെ നേർക്ക് ഉള്ളുനൊന്തെൻ്റെ ഈ പ്രാർത്ഥനയാകുന്ന വെള്ളപ്പിറാവിനെ ഞാൻ ഉയർത്തിപ്പിടിക്കുമ്പോൾ എൻ്റെ കവിത ഒരു കപോത പുഷ്പവും ഞാനതിൻ്റെ ഈറ്റുനോവറിഞ്ഞ കാട്ടുചെടിയുമാകുന്നു. ഭൂമിയിലെ ഉർവരമാകുന്ന സൂര്യനെ കാമുകനായി സങ്കൽപ്പിച്ചുകൊണ്ട് ആർത്തിപിടിച്ച മനുഷ്യരെക്കൊണ്ട് വികൃതമാക്കിയ ഭൂമുഖത്തെക്കുറിച്ച് വിലപിക്കുകയായിരുന്നു കവി. ഈ ഞാനും ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു, ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. 1946 15-ാം വയസ്സിലാണ് മുന്നോട്ട് എന്ന കവിത ONV എഴുതുന്നത്. തുടർന്ന് 7 പതിറ്റാണ്ടോളം ആ കവിതാ നിർജ്ജരി ഇടതടവില്ലാതെ പ്രവഹിച്ചുകൊണ്ടിരുന്നു. കവിതയായും ഗദ്യലേഖനങ്ങളായും ഏതാണ്ട് 50-നോടടുത്ത പുസ്തകങ്ങൾ, 1500-ൽ പരം ഗാനങ്ങൾ, മികവിൻ്റെ അംഗീകാരമായി എണ്ണമറ്റ ബഹുമതികൾ. 2010 സെപ്റ്റംബറിൽ ഭാരതീയ സാഹിത്യത്തിലെ അത്യുന്നത അംഗീകാരമായ ജ്ഞാനപീഠ പുരസ്കാരം ONVയ്ക്ക് ലഭിച്ചപ്പോൾ മലയാളികൾ ഒറ്റ മനസ്സോടെ പുരസ്കാര നേട്ടത്തെ സ്വാഗതം ചെയ്യുകയും ഓരോ മലയാളിക്കും ലഭിച്ച ബഹുമതിയായി കണക്കാക്കി ഒരു മഹോത്സവമായി കൊണ്ടാടുകയും ചെയ്തു. ദേശീയവും അന്തർദേശീയവുമായ എത്രയെത്ര ബഹുമതികൾ! കൊല്ലം ജില്ലയിലെ ചവറ എന്ന തീരദേശ ഗ്രാമത്തിലെ ഒരിടത്തരം കുടുംബത്തിൽ 1931 മെയ് 27-നാണ് ONV കുറുപ്പ് ജനിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി 1957-ൽ കോളേജ് അധ്യാപകനായി പ്രൊഫസറായി ഉയർന്ന് 1986-ൽ വിരമിച്ചു. ആവിധം അഗ്രിമലോകർ അരോഗമനോഹരദേഹർ, അരോഗമായിരിക്കുന്ന രോഗമില്ലാത്ത മനോഹരമായ ശരീരത്തോടു കൂടിയ ഉദാരമതികളായ കുറേ മനുഷ്യർ, ഉദാര മനസ്സുകൾ, ദേവകൾ അറിയപ്പെട്ടിട്ടില്ല ധരണിയിൽ ഉത്തമപൂർണ്ണ മനുഷ്യർ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെയാണ് ഇദ്ദേഹം ഓർമ്മിച്ചെടുക്കുന്നത്. ആ കാലഘട്ടം പോയി. അതിനുശേഷം പിന്നീട് പൗരോഹിത്യം, മതം തുടങ്ങിയിട്ടുള്ള വേറെ ചില ശക്തികൾ ഒരുപക്ഷെ
അതിൽ വിശ്വസിക്കുന്ന ആരുടെയും പ്രത്യേകമായ മതത്തിലോ മതവികാരത്തിലോ ഒന്നും അദ്ദേഹം തൊടുന്നില്ല. തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ പ്രദേശത്തെ ഇന്ദീവരമെന്ന വീട്ടിലായിരുന്നു ONVയുടെ അവസാന നാളുകൾ. അവിടെ ഇപ്പോൾ ONVയുടെ ഓർമ്മകളും പേറി അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയുണ്ട്, PP സരോജിനി. ധ്യാന നിമഗ്നനായി ഏകാന്തദീപ്തമായ കാവ്യവഴികളിൽ സഞ്ചരിച്ച ONVയ്ക്കൊപ്പം നിഴലായി കവിതയിൽ തൽപരയായ സരോജിനിയുമുണ്ടായിരുന്നു. ഗൾഫ് മലയാളികളുടെ സ്നേഹം ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ. ഞങ്ങളിങ്ങനെ ഒരു ഫൗണ്ടേഷൻ തുടങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട്. എത്ര പ്രാവശ്യം അവിടെ വന്നിരിക്കണമെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഇപ്പോഴും ഞങ്ങളെ ഓർക്കുന്നു എന്നുള്ളതും ഇങ്ങനെ ഒരു സംരംഭം നിങ്ങൾ തുടങ്ങിയെന്നുള്ളതിലും എത്ര സന്തോഷമാണ് പറയാൻ വയ്യ. എന്നമൃതപാധേയവും പഴയ ഭാണ്ഡവും നെഞ്ഞോടണച്ചു ഞാനിഞ്ഞു നിൽക്കേ, പാതയിതപാരത തൻ മധുരമാംഷണം മാതിരി പാണികൾ നീട്ടി നിൽക്കേ. ഇന്ദീവരത്തിന്റെ മുറ്റത്ത് ആമ്പൽപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന ഒരു ചെറിയ ജലശേഖരമുണ്ട്. അതിനു ചുറ്റും കറുകപ്പുല്ലും ചെത്തിപ്പൂവും തുളസിയും പിച്ചകവള്ളിയും. ONVയുടെ കാവ്യപ്രപഞ്ചത്തെ ധ്യാനിക്കുമ്പോൾ ഈ സവിശേഷ സാഹചര്യവും അതിൻ്റെ മനോഹാരിതയും ഒരിക്കലും മായാനാകാത്ത ആ മുഖത്തെ മന്ദഹാസവും നാം ഓർത്തുപോകുന്നു. ഈ ഓർമ്മകൾക്ക് മരണമില്ല. 7 പതിറ്റാണ്ടുകാലം കാവ്യലോകത്ത് കാതലുറപ്പോടെ നിന്ന, മണ്ണും മനസ്സും പൊളിച്ചെഴുതലുകൾക്ക് വിധേയമായപ്പോഴും കാവ്യത്തിൻ്റെ ആത്യന്തിക സത്യം ഉടഞ്ഞു പോവാതെ സൂക്ഷിച്ച, മലയാളിത്തത്തിൻ്റെ പച്ചപ്പുള്ള താളവും ഈണവും കവിതയിൽ ചേർത്ത് സമ്മാനിച്ച ONV എന്ന 3 അക്ഷരം മലയാളിയുടെ, മലയാളത്തിൻ്റെ ഹൃദയമന്ത്രമായി നിലനിൽക്കുക തന്നെ ചെയ്യും. ഭൂമി എന്ന വിശാലമായ ഒരിടവും പ്രകൃതിയുടെ അഗാധമായ കാഴ്ചകളും കാലത്തിൻ്റെ സൂക്ഷ്മ സ്പന്ദനങ്ങളും കാട്ടിത്തന്ന ONV കവിതകൾക്കും മരണമില്ല. സൂര്യവെളിച്ചം പോലെ നിത്യസത്യമായി നിലകൊള്ളുക തന്നെ ചെയ്യും. ചുടുപാൽ വെളിച്ചം കുളിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ, ഈ കൊച്ചു ഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം.